ഹലോ ഗൈസ്, അപ്പോൾ ഈ ചാടിയോടെ പോകുന്ന വേറൊന്നും കണ്ടല്ല, ഒരു റൂമർ ഇങ്ങനെ മടുത്തു താഴെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ചായയും പപ്സും കിട്ടുമെന്ന്. അങ്ങനെ ഈ ചായയും പപ്സും കഴിക്കാനുള്ള ആക്രാന്തത്തിലാട്ടോ നമ്മളിങ്ങനെ ഓടുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ പെട്ടത് താണ്ടി അവിടെ നിറയെ ആൾക്കാർ സ്റ്റുഡൻസ് ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇന്നിവിടെ നടക്കുന്നത് നമ്മുടെ ഡെല്ല മിസ്സിൻ്റെ യാത്രയെ പാട്ടോ. അങ്ങനെ മിസ്സും നമ്മുടെ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മാം പുറത്തേക്ക് പോകാം കേട്ടോ. അങ്ങനെ മാമിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനായിട്ട് മാം ഇത് പറക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ മാമിനുള്ള യാത്രയപ്പ് സമ്മേളനത്തിൽ നമുക്കെല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം മാമും ഞങ്ങൾ ഭയങ്കര കമ്പനിയായിരുന്നു. എൻ്റെ ഒരു പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന അന്ന് തൊട്ട് എനിക്ക് മാം ആയത് ഫുൾ ഓറിയൻറ്റേഷനും ഇൻട്രൊഡക്ഷനും ഒക്കെ എടുക്കുന്നത്. അത് കാരണം എനിക്ക് അവിടുത്തെ എല്ലാ മാഡംസിനേക്കാളും ഒരു പ്രത്യേക ആത്മബന്ധം എപ്പോഴും കൂടുതൽ ഡെല്ല മിസ്സിനോടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ഒരു ദിവസം ഞാൻ മെസ്സേന്ന് വിളിച്ചിട്ടുള്ളൂ, പിന്നെ എല്ലാം ഡെല്ല ചേച്ചി എന്നായിരുന്നു. കാരണം എനിക്ക് അത്ര പ്രിയപ്പെട്ടതായിരുന്നു ഡെല്ല മിസ്. അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെ മാമിനെ മിസ് ചെയ്യുന്നോ മാമും ഞങ്ങൾ അതുപോലെ മിസ് ചെയ്യുന്നുണ്ടെന്നാണ് മാം പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ കൂടെ ഉള്ള ഓരോ നിമിഷം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു, കോൺഫിഡൻ്റ് ആയിരുന്നു മാമിൻ്റെ കൂടെ. അങ്ങനെ മാം പോകുന്ന ഒരു സമയത്ത് നമുക്ക് പുതിയൊരു മിസ്സ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെ പുതിയ മിസ്സിനെ നമ്മൾ വെൽക്കം ഒക്കെ ചെയ്തു. പക്ഷേ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷന് മാം പോയത് ഭയങ്കര വിഷമാണ്. അപ്പം നമ്മൾ വിചാരിച്ചു മാം പോവല്ലേ, നമ്മൾ എന്തെങ്കിലും കുഞ്ഞായിട്ട് കൊടുക്കണമല്ലോ എന്നൊക്കെ. നമ്മളങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാമിൻ്റെ പുതിയ തുടക്കം മധുരകരമായി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളൊരു കുഞ്ഞ് ഡയറി മിൽക്കൊക്കെ കൊടുത്തു. മാമിന് സന്തോഷമായി, ഞങ്ങൾക്ക് സന്തോഷമായി. പക്ഷേ മാം പോകുന്നതിൽ ഞങ്ങൾക്കും വിഷമമായി, മാമിനും